عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. നമ്മൾ സൂറത്തുൽ മാഊനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ മാഊനിൽ നമ്മൾ ഏതുവരെ പഠിച്ചു? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വരെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതത്തെ കളവാക്കുന്നവനായ ഒരുവനെ റസൂലെ താങ്കൾ കണ്ടില്ലയോ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അവൻ്റെ പ്രത്യേകത, അവൻ യതീമിനെ ശക്തമായി തള്ളിവിടുന്നവനാണ്. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. മിസ്കീൻ്റെ ഭക്ഷണം നൽകുന്ന വിഷയത്തിന് അവൻ പ്രോത്സാഹനം കാണിക്കാത്തവനാണ്. പിന്നെന്താണ്? ഫവൈലുല്ലിൽ മുസല്ലീൻ. നമസ്കാരക്കാർക്കാകുന്നു നാശം. അതാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനത്തെ നമസ്കാരക്കാരാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവരുടെ നമസ്കാരത്തെ തൊട്ട് അവർ അശ്രദ്ധയിലാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ തഫ്സീർ? നമ്മൾ പറഞ്ഞിരുന്നു, അവർ നമസ്കാരത്തിൻ്റെ വഖ്തുകൾ നഷ്ടപ്പെടുത്തി കളയുന്നു. തോന്നിയ സമയത്താണ് അവരുടെ നിസ്കാരം. അതേപോലെ തന്നെ അവർ നമസ്കാരത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ ശരിയായ രൂപം അവരെന്ത് ചെയ്യുന്നില്ല, പുലർത്തുന്നില്ല. അപ്പോൾ ഷർത്തുകളും റുക്നുകളും വാജിബാത്തൊന്നും പാലിക്കണില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ നിസ്കാര ശുറൂത്തുകളും അർക്കാനുകളും വാജിബാത്തുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇനി അത്തരക്കാരുടെ നമസ്കാരം നമ്മളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. ഇനി നമസ്കാരക്കാർക്കാണ് നാശം. അവരുടെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി, അതാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത്. അപ്പോൾ അതും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അതെന്താണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ. നമുക്കൊന്ന് ആദ്യം ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീനഹും യുറാഊൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. ശരി. അപ്പോൾ നമസ്കാരക്കാർക്ക് ആകുന്നു നാശം. അവരവരുടെ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണ്. അതുമാത്രമല്ല, അല്ലദീന യാതൊരു കൂട്ടർ, അല്ലെ ഒരു കൂട്ടർ, ഹും അവർ, യുറാഊൻ അവരുടെ നമസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ് യുറാഊൻ. എന്താ യുറാഊൻ എന്ന് പറഞ്ഞാൽ? ഇരിയാ പറഞ്ഞാൽ എന്താ? ജനങ്ങളെ കാണാൻ വേണ്ടി ചെയ്യുക, അഥവാ ലോകമാന്യത. അതെന്നാണ് യുറാഊൻ. അഥവാ കാണിക്കുവാനായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ജനങ്ങൾ കാണുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യാണ്? നിസ്കരിക്കുകയാണ്. അതുപോലെ നിസ്കാരം എന്താണ്? അള്ള കാണാൻ വേണ്ടിയിട്ടാണോ? അല്ല. അവരുടെ നിസ്കാരം ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. റിയാ ആണ്. റിയാ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ റിയാ പറഞ്ഞാൽ തൊലബു മാഫി ദുനിയാവിലുള്ള എന്തെങ്കിലും ഒന്ന് തേടുക. അതിനുപയോഗിക്കുന്ന ആയുധം ഏതാ? ബിൽ ഇബാദ, ആരാധന. അപ്പോൾ ആരാധനകൾ കൊണ്ട് ദുനിയാവിലുള്ള എന്തായാലും പ്രശ്നമല്ല. പൈസ ആണെങ്കിൽ പൈസ, ആൾക്കാർ കാണാൻ, ആൾക്കാർ കേൾക്കാൻ എന്തായാലും കുഴപ്പമില്ല. അത് അവർ ലക്ഷ്യം വെക്കുക. തൊലബുൽ മൻസില, അവരൊരു സ്ഥാനത്തെ തേടുകയാണ്. ആ സ്ഥാനം എവിടെയാണ്? ഫി ഖുലൂബിന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ. അപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം തേടുക, അല്ലെങ്കിൽ ദുനിയാവിലുള്ള എന്തെങ്കിലും ഒന്ന് തേടുക. ഇതിനൊക്കെ അവർ ഉപയോഗിക്കുന്ന ആയുധം ഏതാ? അൽ ഇബാദ. അതേത് ഇബാദ കുഴപ്പമില്ല. ചിലപ്പോൾ നിസ്കാരേക്കരം, ചിലപ്പോൾ സ്വതക്കേക്കരം, ചിലപ്പോൾ ദഅവത്തേക്കരം, എന്തുമാകാം. അതിലൂടെ ദുനിയാവ് ആഗ്രഹിക്കുക, ജനങ്ങളുടെ ഹൃദയത്തിലുള്ള സ്ഥാനം ആഗ്രഹിക്കുക. അതാണ് റിയാ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ നിസ്കരിക്കുന്നത്.
അല്ലദീനഹും യുറാഊൻ, കാണിക്കുന്നതിന് വേണ്ടി നിസ്കരിക്കുന്നവരാകുന്നു, കാണിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകുന്നു. ഇത് ശരിക്കും ആരുടെ സ്വഭാവമാണ്? ഇത് ശരിക്കും മുനാഫിഖീങ്ങളുടെ സ്വഭാവമാണ്, നിഫാഖുള്ളവരുടെ സ്വഭാവമാണ്. നിഫാഖ് പറഞ്ഞാൽ കാപട്യം, മുനാഫിഖ് പറഞ്ഞാൽ കപട വിശ്വാസി. മുസ്ലിമും ഉണ്ട് കാഫിറും ഉണ്ട്, ഇതിൻ്റെ ഇടയിലുള്ളവരാണ് ആര്? മുനാഫിഖ്. ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല, രണ്ട് തോണിയിലും കാലിട്ട്. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന, വിശ്വാസികൾ കണ്ടാൽ പോലെ എന്ത് പറയും? ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറയും. വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം, ഇനി അവരുടെ ശൈത്താന്മാരിലേക്ക് അഥവാ അവരുടെ കൂട്ടാളികളിലേക്ക് അവർ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറയും? ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളെ കൂടെയാണ്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ ഓലെ എന്ത് ചെയ്യായിരുന്നു? കളിയാക്കിയായിരുന്നു എന്ന് പറയണ്ടല്ലോ. അപ്പോൾ അതാണ് മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നിഫാഖ് രണ്ട് രൂപത്തിൽ നിഫാഖ് ഉണ്ട്. ഒന്ന് നിഫാഖുൻ അക്ബർ, വലിയ നിഫാഖ്. രണ്ട് നിഫാഖുൻ അസ്ഗർ, ചെറിയ നിഫാഖ്. ഇത് ഈ വിഷയം നമ്മൾ കുറച്ച് ഗൗരവത്തിൽ മനസ്സിലാക്കണം. വലിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ വലിയ കാപട്യം, ഇസ്ലാമെന്ന് പുറത്തു പോണ കാപട്യം. ചെറിയ നിഫാഖ് പറഞ്ഞാൽ ചെറിയ കാപട്യം, അത് ഇസ്ലാമെന്ന് പുറത്തു പോകില്ല, പക്ഷെ അത് വലുതിലേക്ക് ക്രമേണ എത്തും. പിന്നെ അവൻ എന്ത് ചെയ്യും? മെല്ലെ ഇസ്ലാമെന്ന് പുറത്തേക്ക് പോകും. നമ്മൾ കാത്തിരക്ഷിക്കുമാറാട്ടെ. അപ്പോൾ ചെറിയ നിഫാഖുള്ള മുനാഫിഖീങ്ങളുണ്ട്, വലിയ നിഫാഖുള്ള മുനാഫിഖുണ്ട്. അപ്പോൾ നമ്മൾ റസൂലിൻ്റെ കാലഘട്ടത്തിൽ മുനാഫിഖിനെ കുറിച്ച് പറയില്ലേ, അത് വലിയ മുനാഫിഖീങ്ങളാണ്. അപ്പോൾ അവർക്ക് വലിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലാണ് വരിക, ചെറിയ നിഫാഖ് എവിടെ വരിക? കർമ്മത്തിലാണ് വരിക. അതാണ് ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിഖീങ്ങൾ എവിടെയാണ്? നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്നല്ല പറഞ്ഞു. ഇത് ഏത് മുനാഫിഖീങ്ങൾക്കാണ്? ഇത് വലിയ കാപട്യം ഹൃദയത്തിൽ വെച്ച് പുലർത്തുന്നവർക്കാണ്. അപ്പോൾ ചെറിയ കാപട്യം എങ്ങനെയാണ്? ഇപ്പോൾ റസൂൽ പറഞ്ഞു, റസൂൽ പറയുന്ന ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നു, ഫയുസയ്യിനു സ്വലാത്തഹു, പക്ഷേ നിസ്കാരം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഭംഗിയായി. ചില റിപ്പോർട്ടിൽ ഇത് ഫയസീദു സ്വലാത്തഹു, നിസ്കാരം അധികരിച്ചു. കുല്ലുള്ളതാണ് ഓതാ ഉദ്ദേശിച്ചത്, പക്ഷേ ബക്രയ്ക്ക് പോയി. എന്താ കാരണം? ലിമാ യറാമിൻ നളരി റജുലിൻ, ആൾക്കാർ കാണുന്നുണ്ട് മനസ്സിലാക്കിയപ്പോൾ നിസ്കാരത്തിന് ഭംഗി കൂടി, നിസ്കാരത്തിന് ദൈർഘ്യം കൂടി. ഇത് ചെറിയ നിഫാഖാണ്. അതാണ് ചെറിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ റസൂലിൻ്റെ കാലഘട്ടത്തിൽ വലിയൊരു മുനാഫിഖായിരുന്നു ആര്? മുനാഫിഖുകളൊരു നേതാവിൻ്റെ പേര് ആരാ പറയാ? ബറക്കല്ലാഹു ഫീക്കും. അബ്ദുല്ലാഹിബിനു ഉബയ്യിബിനു സുലൂൽ, ഇയാൾ മുനാഫിഖുകളെ നേതാവായിരുന്നു. അബ്ദുല്ലാഹിബിനു ഉബയ്യിബിനു സുലൂൽ. ഇയാൾ മുനാഫിഖ് ആവാൻ ഒരു കാരണമുണ്ട്. മുനാഫിഖാണ് ഇയാൾ. മുനാഫിഖ് ആവാൻ ഒരു കാരണമുണ്ട്. എന്താ കാരണം? ഇപ്പോൾ ഔസും ഖസ്റജും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഔസും ഖസ്റജും മദീനയിലുള്ള രണ്ട് ഗോത്രങ്ങളാണ്. പിന്നെ 3 ജൂത ഗോത്രങ്ങളുണ്ട്. ഈ ഔസു ഖസ്റജ് എന്ന് യുദ്ധം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധം. അങ്ങനെ പ്രവാചകൻ്റെ വരവിനെ തൊട്ട് മുമ്പായി ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ കുറേ ആൾക്കാർ മരിച്ചു. അപ്പോൾ അവർ തീരുമാനിച്ചു, ഇങ്ങനെ യുദ്ധം ചെയ്ത് നടന്നാൽ പോരാ, നമുക്കൊരു നേതാവ് ഉണ്ടെങ്കിൽ കുറേയൊക്കെ പ്രശ്നം തീരും. അങ്ങനെ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂലിനെ നേതാവാക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവർക്കൊരു ഉത്സവ ദിവസമുണ്ട്, അന്നാണ് നേതാവാക്കുക. അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂൽ അങ്ങനെ പ്രതീക്ഷിച്ച് നേതൃസ്ഥാനം ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അതിലാണ് മിസ്അബ് ബിൻ ഉമൈർ മദീനയിലേക്ക് വന്നു ദഅവത്ത് നടത്തിയതും ഇസ്ലാമിൻ്റെ വെളിച്ചം അവിടെ അടിച്ചു വീശി. അങ്ങനെ ഒരുപാട് ആൾക്കാർ മുസ്ലിമീങ്ങളായി. റസൂൽ വന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവായി സ്വീകരിച്ചു. അതോടുകൂടി ഇദ്ദേഹം പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടാക്കി. ഉഹദ് യുദ്ധത്തിൽ 1000 സ്വഹാബത്ത് യുദ്ധത്തിന് പോയത് 300 ആൾക്കാരും കൂടി തിരിച്ചു കൊണ്ടുവന്നു. ആരാണ്? ഈ മനുഷ്യനാണ്. ഐഷർലേനെ പിന്നെ വ്യഭിചാരോപണം ഐഷർലേനെതിരെ ആരോപിച്ചില്ലേ? ഈ മനുഷ്യനാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇയാൾ മരിച്ചു. ഇയാൾ മരണപ്പെട്ടപ്പോൾ ഇയാളൊരു മകനുണ്ട്. മകൻ്റെ പേരും എന്താണ്? അബ്ദുള്ള തന്നെയാണ്. മകൻ്റെ പേരും അബ്ദുള്ളയാണ്. മകൻ സ്വഹാബിയാണ്. ഉപ്പ മരിച്ചപ്പോൾ മകൻ വന്നു റസൂലിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂൽ ഞങ്ങളെ കമീസ് തരുമോ, കുപ്പായം തരുമോ? ഉപ്പാനെ മറവ് ചെയ്യാനാണ്, പൊതിയാനാണ്. അപ്പോൾ മകനും അറിയാം ഉപ്പാരാണ് മോശപ്പെട്ട രൂപത്തിൽ. ഉപ്പാൻ്റെ തല വെട്ടട്ടെ ചോദിച്ചിട്ട് മകൻ മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ റസൂൽ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അബ്ദുള്ള ചോദിച്ചു, നിങ്ങളെ കമീസ് തരുമോ? അപ്പോൾ റസൂൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എന്താ വെച്ചാൽ അവസാനമായിട്ട് റസൂലിൻ്റെ കമീസിൽ പൊതിഞ്ഞാലെങ്കിലും ഒരു ആശ്വാസപ്പാ കിട്ടിയാലോ. റസൂൽ കമീസ് കൊടുക്കുകയും ചെയ്തു. നിസ്കാരത്തിൻ്റെ സമയവും പിന്നെ അറിയിക്കണം കേട്ടോ എന്നും പറഞ്ഞു. അങ്ങനെ നിസ്കാര സമയപ്പോൾ അറിയിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി പോയി. അതിൽ ഉമർ എന്ന് പറഞ്ഞു, റസൂലെ പോകാൻ പാടില്ല, കാരണം അറിയപ്പെട്ട മുനാഫിക്കാണ്, അതുകൊണ്ട് പോകാൻ പാടില്ല.
അതിൽ റസൂല് പറഞ്ഞു അള്ളാഹ് ആയത്തിറക്കിയ എന്താ, ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ലൻ യഗ്ഫിർ അല്ലാഹു ലഹും. നീ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കോ, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്താതിരുന്നോ. 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തിയാലും അള്ളാഹ് പുറത്തു കൊടുക്കൂല. അതുകൊണ്ട് റസൂൽ ഇസ്തിഗ്ഫാർ നടത്താൻ തീരുമാനിച്ചു. റസൂൽ നിസ്കരിച്ചു. ആയത്തിറങ്ങി. എന്താണ് ആയത്തിറങ്ങി? പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ. അവർ മരിച്ചാൽ അവർക്ക് പേര് എന്ത് ചെയ്യരുത്, റസൂലെ താങ്കൾ നിസ്കരിക്കരുത്. വലാ തഖും അലാ ഖബരിഹി, അവരുടെ ഖബറിൻ്റെ അടുത്ത് നിൽക്കും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആയത്തിറക്കി. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞത് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ, ഇയാൾ മുനാഫിഖുകളുടെ നേതാവായിരുന്നു. അപ്പോൾ ഈ നിഫാഖ് ഈ സംഭവത്തിന് ഇതായിട്ടാണ് നിസ്കരിച്ചു എന്നാണ് എൻ്റെ അറിവ്. അള്ളാഹു ആലം. അപ്പോൾ പിന്നെ ഇയാൾ അറിയപ്പെട്ട ആരാണ്? മുനാഫിഖാണ്. ഇയാൾ അറിയപ്പെട്ട മുനാഫിഖാണ്. അപ്പോൾ ഈ മുനാഫിഖുകളുടെ സ്വഭാവമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ സൂറത്ത് നിസായിൽ അള്ളാഹ് പറയുന്നുണ്ട്, പിന്നെ ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും. മുനാഫിഖീങ്ങൾ അള്ളാഹിനെ പറ്റിക്കാനാണ് നോക്കുന്നത്, പക്ഷെ അള്ളാഹ് അവരെ പറ്റിക്കുകയാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. അവർ നിസ്കാരത്തിലേക്ക് വന്നാൽ മടിയന്മാരായിക്കൊണ്ടാണ് വരിക. എന്തിനാ വരുന്നത് തന്നെ? യുറാഉനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. അവർ കുറച്ച് മാത്രമേ അള്ളാഹിനെ ഓർക്കുള്ളൂ. കുറച്ച് മാത്രമേ അള്ളാഹിനെ ഓർക്കുള്ളൂ. അതായത് ദിക്റുകളൊക്കെ വളരെ കുറവാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു നിസ്കാരത്തിൽ അള്ളാഹിനെ ഓർക്കുന്നത് എങ്ങനെയാണ്? വളരെ കുറച്ചാണ്. അതാ റസൂൽ മുനാഫിഖിൻ്റെ നിസ്കാരം പറഞ്ഞില്ലേ, കോഴി കൊത്തണ പോലെ അല്ലേ? എപ്പോഴും നിസ്കാരം അസർ മഗ്രിബിനോട് അടുത്ത സമയത്ത്, ലാസ്റ്റ് സമയത്ത്. എന്നിട്ട് പോയിട്ട് എന്ത് ചെയ്യും? കോഴി കൊത്തണ പോലെ 4 കൊത്തു കൊത്തും. തിൽക സ്വലാത്തുൽ മുനാഫിഖീൻ, അത് മുനാഫിഖിൻ്റെ നിസ്കാരമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നിസ്കാരത്തിൽ വളരെ സ്പീഡാണ്, അവരെന്ത് ചെയ്യുന്നില്ല, അള്ളാഹിനെ ഓർക്കണ ഇല്ല. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറഞ്ഞു മുനാഫിഖുകളെ കുറിച്ച്, പിന്നെ മാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാത്തുഹും. അവർ സ്വതക്ക നൽകണമൊക്കെ അവരിൽ നിന്ന് അള്ളാഹ് സ്വീകരിക്കാതിരിക്കാനുള്ള തടസ്സം എന്താണ്? ഇല്ല അന്നഹും കഫറു ബില്ലാഹി വ റസൂലിഹി. അവർ അള്ളാഹുവിനും റസൂലിനും അവിശ്വസിച്ചവരാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല. അവരെങ്ങനെ നിസ്കാരത്തിലേക്ക് വരിക? മടിയന്മാരായിക്കൊണ്ട്. അതേപോലെ തന്നെ വലാ യുൻഫിഖൂൻ ഇല്ലാ വഹും കാരിഹൂൻ. അവർ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ എങ്ങനെ സ്വതക്ക നൽകുക? ഇല്ലാ വഹും കാരിഹൂൻ, വെറുപ്പുള്ളവരായിക്കൊണ്ട്. അങ്ങനെയാണ് അവർ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ സ്വതക്ക നൽകുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അവരുടെ നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത് അവർ മടിയന്മാരെ കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ ചില സ്വഹാബാക്കൾ പറഞ്ഞു, ഞങ്ങളെ കാലഘട്ടത്തിൽ നിസ്കാരത്തിൽ നിന്ന് പിന്തി നിൽക്കുന്നവർ അവരാരായിരുന്നു? അറിയപ്പെട്ട മുനാഫിഖീങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശരി, അപ്പോൾ അതാണ് അവരെ കുറിച്ച്. അപ്പോൾ നമ്മളിവിടെ മുനാഫിഖീങ്ങളുടെ സ്വഭാവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞു. ഇനി അതിൽ ഇപ്പോൾ നിഫാഖിനെ മനസ്സിലാക്കി. അതേപോലെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് റിയാഅ്, അല്ലേ? ലോകമാന്യത, അല്ലേ? നിസ്കാരത്തിൽ അല്ലെങ്കിൽ ഏത് ഇബാദത്തിലും ഈ റിയാഅ് വന്നാൽ എന്തായി? ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. എന്താ റിയാഅ് പറഞ്ഞാൽ? ശരിക്കും ചെറിയ ഷിർക്കാണ്, അല്ലെ? ഷിർക്കുൻ ഖഫി. ഇപ്പോൾ ഷിർക്കുൻ അക്ബർ ഉണ്ട്, നിഫാഖ് അക്ബർ സുഹറും പറഞ്ഞ പോലെ ഷിർക്കുൻ അക്ബർ. ഷിർക്കുൻ അക്ബർ പറഞ്ഞാൽ എന്താ? അള്ളാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹ് അല്ലാത്തവരെ മുമ്പിൽ സുജൂദ് ചെയ്യുക, അള്ളാഹ് അല്ലാത്തവർക്ക് നേർച്ച കൊടുക്കുക, അള്ളാഹ് അല്ലാത്തവരുടെ പേരിൽ ബലിയർപ്പിക്കുക. ഇതൊക്കെ ഷിർക്കുൻ അക്ബർ. ഇസ്ലാമിൽ നേരെ പുറത്തു പോകും. 2 ഷിർക്കുൻ അസ്ഗർ ഉണ്ട്, ചെറിയ ഷിർക്ക്. അത് ഇസ്ലാമിൽ നിന്ന് എന്ത് ചെയ്യില്ല, പുറത്താക്കില്ല. അപ്പോൾ അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് അള്ളാഹ് അല്ലാത്തവരോട് സത്യം ചെയ്യുക. മൊയ്തീൻ ഷെയ്ഖാണ് സത്യം, മമ്പർത്തങ്ങളാണ് സത്യം. ഇതൊക്കെ എന്താണ്? ചെറിയ ഷിർക്കാണ്. ഇതൊക്കെ ചെറിയ ഷിർക്കുകളിൽ പെട്ടതാണ്. അതേപോലെ ഏലസ് കെട്ടലൊക്കെ ചെറിയ ഷിർക്കാണ്. അതിൽപ്പെട്ട ഒന്നാണ് റിയാഅ്, ലോകമാന്യത. അഥവാ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം, പക്ഷേ അത് മറ്റുള്ളവർ കൂടി കാണാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾ ഒരു ദിവസം എന്ത് ചെയ്യാണ്, അവരിങ്ങനെ ഒരു ചർച്ച സ്വഹാബാക്കൾ. അപ്പോൾ റസൂൽ കണ്ട് കയറി വന്നപ്പോൾ പിന്നെ ഓല് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാണ്, മസീഹ് ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. സ്വഹാബത്ത് പറയാണ്. അപ്പോഴാണ് റസൂൽ കയറി വന്നത്. അപ്പോൾ റസൂൽ പറയാണ്, അലാ ഉഖ്ബിറുക്കും മാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദീ മിനൽ മസീഹ് ദജ്ജാൽ. മസീഹ് ദജ്ജാലിനേക്കാൾ നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ? അപ്പോൾ മസീഹ് ദജ്ജാൽ പറഞ്ഞാൽ തന്നെ എന്താ, വലിയ ഫിത്നകളാണ്. പക്ഷേ നിങ്ങളെ വിഷയത്തിൽ അതിനേക്കാൾ പേടി എന്താണ്? അശ്ശിർക്കുൽ ഖഫി, ചെറിയ ഗോപ്യമായ ഷിർക്കാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ യഖൂമ റജുലു യുസല്ലി ഫയുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നളരി റജുലിൻ. ആൾക്കാർ കാണാൻ വേണ്ടി നിസ്കാരം ഭംഗിയാക്കുന്ന
ഒന്നാണ് എന്ന്. അതേപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞൊരു ഹദീസ്, ഖുദ്സിയായ ഹദീസിൽ റസൂൽ പറയാണ്, അള്ളാഹ് പറഞ്ഞു, അന അഗ്ന ശുറക്കാഇ അനി ശിർക്ക്, ശരീക്കീങ്ങളിൽ നിന്ന്, പങ്കു ചേർക്കുന്ന ആളുകളിൽ നിന്ന് ഞാൻ ആരാ, ഞാൻ ഖനിയാണ്, പറഞ്ഞാൽ എനിക്കതിൻ്റെ ആവശ്യമില്ല, അതിൽ നിന്ന് ഞാൻ ഒഴിവാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, റസൂൽ അള്ളാഹ് പറഞ്ഞതായിട്ട്, മൻ അമില അമലൻ, ഒരാളൊരു പ്രവർത്തനം ചെയ്തു, അശ്റക ഫീഹി മഈ ഗൈരി, ആ പ്രവർത്തനത്തിൽ എന്നോടൊപ്പം മറ്റൊരാളെ അവൻ പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ, തറക്തുഹു വശിർക്കഹു, അവനെയും അവൻ്റെ പ്രവർത്തനത്തെയും ഞാൻ പരലോകത്തുനിന്ന് അതിൻ്റെ ഒഴിവാക്കും. അള്ളാഹ് സ്വീകരിക്കില്ല. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാട്ടെ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതേപോലെ മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജമഅ അല്ലാഹു നാസ യൗമൽ ഖിയാമത്തിൽ യൗമിൻ ലാ റൈബ ഫീ, പരലോകത്ത് അള്ളാഹു എല്ലാവരും ഒരുമിച്ച് കൂട്ടിയാൽ, നാദാ മുനാദിൻ, ഒരാൾ വിളിച്ചു പറയുന്നതാണ്. എന്താ വിളിച്ചു പറയുക? മൻകാന അശ്റക ഫീ അമലിൻ അമിലഹു ലില്ലാഹി അഹദൻ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു പ്രവർത്തനത്തിൽ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ, ഫല്യത്ലുബ് സവാബഹു മിൻ ഇൻദി ഗൈരില്ല, അള്ളാഹ് അല്ലാത്തവരടുത്ത് നിന്ന് ഓൻ അതിൻ്റെ പ്രതിഫലം തേടിക്കൊള്ളട്ടെ. അള്ളാഹിൻ്റെ അടുത്തൊന്നും കിട്ടാനില്ല, ഞാൻ ആർക്ക് വേണ്ടിയാണ് ചെയ്തത് ഓരോട് പോയി ചോദിച്ചോട്ടെ, അവിടുന്ന് കിട്ടുമോ നോക്കിക്കൊള്ളട്ടെ എന്ന് പറയും. അപ്പോൾ എത്ര ഗൗരവമുണ്ടത്. അതേപോലെ തന്നെ അള്ളാഹ് റസൂൽ ആദ്യമായിട്ട് നരകത്തിലേക്ക് പോകുന്ന മൂന്നാൾക്കാർ അല്ലെ, നമ്മൾ കുറേ കേട്ട ഹദീസേക്കരം. ഒരാളാരാ, നന്നായിട്ട് ഖുർആൻ ഓതുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ ആൾ നന്നായി സ്വതക്ക് നൽകുന്ന വ്യക്തിയാണ്. മൂന്നാമത്തെ ആൾ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്ത വ്യക്തിയാണ്. മൂന്നാളും കൊണ്ടുവരും. എന്നിട്ട് നല്ല ഖുർആൻ ഓതി മനുഷ്യനോട് ചോദിക്കും, ജന്ത കാട്ടി. അപ്പോൾ അയാൾ പറയും, ഞാൻ അള്ളാഹ് നിൻ്റെ മാർഗ്ഗത്തിൽ രാത്രി എന്തിയിട്ടുണ്ട്, നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹ് പറയും, നീ പറഞ്ഞത് നുണയാണ്, നീ ഇതൊക്കെ ചെയ്തത് എന്തിനാണ്? ആൾക്കാർ പറയണം, നല്ലൊരു കാര്യമാണ് ആൾക്കാർ പറയണം. അതാൾക്കാർ പറഞ്ഞു നരകത്തിൽ. അതേപോലെ തന്നെ പിന്നെ നല്ല സ്വതക്ക് കൊടുക്കുന്ന വ്യക്തിയോട് ചോദിക്കും. അപ്പോൾ അയാൾ പറയും, ഞാൻ അള്ളാഹ് നിൻ്റെ മാർഗ്ഗത്തിൽ കഴിയുന്ന രൂപത്തിലൊക്കെ സ്വതക്കിയിട്ടുണ്ട് നിനക്ക് വേണ്ടി. അപ്പോൾ അള്ളാഹു പറയും, കദബത്ത്, നീ പറഞ്ഞത് നുണയാണ്, നീ എന്തിനാ സ്വതക്ക് കൊടുത്ത്? ജൗവാദ്, ആൾക്കാർ പറഞ്ഞ നല്ല ഔദാര്യവാനാണ്, അത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ജിഹാദിൽ ഏർപ്പെട്ട വ്യക്തി, ആൾക്കാർ പറഞ്ഞാൽ നീ നല്ലൊരു ധീരനാണ്, പോരാളിയാണ്, അതും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവരെ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നതാണ്. അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാട്ടെ. അള്ളാഹു മജ്ജർനാ മിനന്നാർ. അതേപോലെ ധാരാളം ഹദീസുകൾ അങ്ങനെ എന്ത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലിനോട് വന്ന് ചോദിക്കേണ്ട ഒരു സഹാബി, അറഅയ്ത റജുലൻ ഗസ, റസൂലെ ഒരാൾ യുദ്ധത്തിന് പോവാണ്, അയാളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? എൽതമിസുൽ അജ്റ വൽ ദിക്റ, അയാൾ അള്ളാഹിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്, ആൾക്കാർ നല്ലത് പറയണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. മാലഹു, എന്താണ് അയാൾക്കുള്ളത്? റസൂൽ പറഞ്ഞു, ലാ ഷൈഅ ലഹു, അയാൾക്കൊന്നുമില്ല. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു മിനൽ അമലി, അള്ളാഹു ഒരു പ്രവർത്തനം സ്വീകരിക്കൂല, മാ കാന ലഹു ഖാലിസൻ വബതുഗിയ ബിഹി വജ്ഹു, അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിക്കാത്ത, ഇഖ്ലാസ് ഇല്ലാത്ത ഒരു പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുകയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഗൗരവം. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്, എനിക്ക് ഏറ്റവും പ്രയാസമായി തോന്നിയത് എൻ്റെ നീയത്ത് നന്നാക്കലാണ് എന്ന് ചില സലഫുകൾ പറഞ്ഞ കാണാം. ഒരുപക്ഷെ നമുക്ക് വേർത്ത് പണിയെടുക്കാത്ര പ്രയാസം ഉണ്ടാവില്ല, പക്ഷേ നീയത്ത് നന്നാക്കാൻ നല്ല പ്രയാസമാണ്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹ് അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ ചെറിയ ഷിർക്ക്. പറയാം, ചെറിയ ഷിർക്ക്. അതിൽ കുറേ ഇനങ്ങൾ പെടും. അതിൽ പെട്ട ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അള്ളാഹ് ഇല്ലാത്ത പേരിൽ സത്യം ചെയ്യാം. അതേപോലെ ചില ആൾക്കാർ പറയില്ല, ഞാറ്റുവേല കാരണം മഴ ലഭിച്ചു. അതേപോലെ പിന്നെ ശകുനം നോക്കുന്ന ആൾക്കാർ, ഇതൊക്കെ ഷിർക്കുൻ അസ്ഗർ, ഇതൊരു വലിയ കാറ്റഗറിയാണ്. ഇതിൽപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഷിർക്കുൻ ഖഫി, ഗോപ്യമായ ഷിർക്ക്. അതാണ് ഇത് ലോകമാന്യത. ചില പണ്ഡിതന്മാർ 3 ഐറ്റം എണ്ണിയിട്ടുണ്ട്, അക്ബർ, അസ്ഗർ, ഖഫി. ചിലർ അക്ബറും അസ്ഗറും. അപ്പോൾ അസ്ഗറിൽ പെടുന്ന ഒരു കാറ്റഗറിയാണ് ഇത് ഖഫി എന്നൊക്കെ എണ്ണിയത് കാണാൻ പറ്റും. അതൊക്കെ വലിയ അവിടെ അവിടെ അയാളെ വിശ്വാസം എന്താണെന്നുള്ളതാണ്. ഒരാൾ ജാറം മൂടുന്നു, ഒരാൾ ജാറം മൂടുന്നു. അതേപോലെ തന്നെ ഒരാൾ എന്ത് ചെയ്യുന്നു, പിന്നെ അവിടെ പിന്നെ വിളക്കെത്തിക്കാനും പൈസ ഇടാൻ നേർച്ചപ്പെട്ടിൽ പൈസ ഇടാനൊക്കെ പോകുന്നു. അപ്പോൾ ഇയാളെ വിശ്വാസം എന്താണ്? ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ എൻ്റെ ഹൃദയം അറിയും, എൻ്റെ പ്രയാസങ്ങൾ അറിയും, ഇയാളിൽ നിന്ന് എനിക്കൊരു നന്മ ലഭിക്കും, ഇയാളിൽ നിന്ന് എനിക്കൊരു ഉപദ്രവം നീങ്ങും. ഇത് അൽ ഈമാനു ബിൽ ഖദരി
ഖൈരിഹി വ ശർരിഹി മിനല്ലാഹ്. അള്ളാഹുവിനാണ് ഖൈറും ഷറും. ഈ വിശ്വാസത്തിൻ്റെ നേരെതിരാണ് അല്ലേ? നന്മയും തിന്മയും അവിടുന്ന് പ്രതീക്ഷിക്കറിയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാൾക്ക് ഉഹുദ് മലയോളം സ്വർണ്ണമുണ്ട്. ഉഹുദ് മലയോളം സ്വർണ്ണം എന്ന് പറഞ്ഞാൽ വന്ന ഒരു പവന് എത്ര? അല്ല, 1,30,000. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉഹുദ് മലയോളം സ്വർണ്ണം എന്ന് പറഞ്ഞാൽ എത്ര കോടിയായി? അത്ര ഒരാൾക്ക് സ്വർണ്ണമുണ്ട്. എല്ലാം അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ സ്വതക്ക നൽകി. എന്നാലും അള്ളാഹ് സ്വീകരിക്കൂല. ഹത്താ തുഅ്മിന ബിൽ ഖദർ, ഖദറിൽ വിശ്വസിക്കുന്നത് വരെ അള്ളാഹ് സ്വീകരിക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. അപ്പോൾ ഈ ഖദറിൽ വിശ്വാസത്തിന് നേരെ എതിരാണെന്ത്? അള്ളാഹ് എന്താ പറഞ്ഞ? യദ്ഉന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വ മാ ലാ യൻഫഉഹു. അള്ളാഹ്ക്ക് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ആളുകൾ ഉപകാരം ചെയ്യില്ല, ഉപദ്രവം ചെയ്യില്ല. അപ്പോൾ അവരങ്ങനെ ചെയ്യുന്ന വിശ്വസിച്ചാൽ അതെന്തായി? അത് വിശ്വാസത്തിൽ പ്രശ്നമാണ്. അത് വലിയ ശിർക്കിലേക്ക് എത്തും. അത് അള്ളാഹു ഇല്ലാത്തവരിലേക്ക് തവക്കുൽ പോകലാണ്, പ്രതീക്ഷ പോകലാണ്. റജാ, പ്രതീക്ഷ, തവക്കുൽ, ഖൗഫ്, ഭയം അല്ലേ? ചില ആൾക്കാർ ഖബറിൻ്റെ അടുത്ത് പോയാൽ പ്രാർത്ഥിച്ചാൽ പിന്നെ എങ്ങനെ തിരിച്ചു വരിക? റിവേഴ്സ് ഗിയറിൽ തിരിഞ്ഞ് മൂട് ഖബറിൻ്റെ അടുക്കായാൽ കുരുത്തക്കേട് കേട്ടോ, പേടിയാണ്. ഖൗഫ്, ഭയം, രഹസ്യമായ ഭയം. ഇത് അല്ലാത്തവരിലേക്ക് ചെന്നാൽ അതെന്താണ്? അത് ശിർക്കാണ്. പള്ളിക്ക് വിഷയമല്ല. അതിപ്പോൾ നമ്മളെ പൊന്നാനി ഭാഗത്തൊക്കെ ഒരു എല്ലാ പള്ളിയിലും പുട്ടിനെ തേങ്ങട്ട പോലെ എല്ലാ പള്ളിയിലും എന്താണ്, തൊട്ടൊക്കെ പള്ളികളാണ്. പള്ളിയിലൊക്കെ മക്ബറകളുണ്ട്. അവിടെയൊക്കെ ചെന്നാൽ ഇങ്ങനെ കാണാം, ചിലയിടത്ത് മണി ഉണ്ടാവും, ഒരു മണി. ഇതും അങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? സത്യം ചെയ്യിക്കണം. നുണ പറഞ്ഞ ആളെ കൊടുത്തിട്ട് ഇതിനും കൂടുതൽ സത്യം ചെയ്യിക്കും. അപ്പോൾ ചിലപ്പോൾ തെറ്റിയ ആളേക്കരം. എന്നിട്ട് പറഞ്ഞിട്ട് ചോദിച്ചാൽ വല്ലാഹി എന്നൊക്കെ പറയും, വല്ലാഹി ഞാൻ ചെയ്തിട്ടില്ല, വല്ലാഹി. ഇതുമ്പോൾ പോയി ഇങ്ങനെ പിടിച്ചാലോ കൈ ഇങ്ങനെ ഉറക്കും അല്ലേ? പിന്നെ കണ്ണൊക്കെ നിറയും അല്ലേ? നിസ്കാരത്തിലെന്നാൽ അതും. അപ്പോൾ കൂടുതൽ ഖൗഫ്, ഭയം പോണത് എവിടുക്കാം? ഇത്തരം ഖബറിലേക്ക്. അതൊക്കെ വലിയ ശിർക്കിലേക്ക് എത്തിച്ചേരും. ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലോകമാന്യത. ഇതെന്താണ്? ഒരു മനുഷ്യൻ്റെ ഇബാദത്തിനെ നശിപ്പിച്ച് കളയും. ഇതെങ്ങനെ വരുന്ന റസൂൽ പറഞ്ഞ് മിൻ അഖ്ഫാ മിൻ ദബീബിൻ നമൽ, ഒരു ഉറുമ്പ് അരിച്ച് കയറുന്നതിനേക്കാൾ ഗോപ്യമായിട്ട് അരിച്ച് കയറുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരിലേക്കും വരാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇഖ്ലാസ് എന്ത് ചെയ്യണം? പുതുക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ അള്ളാഹോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ നിയ്യത്ത് ശരിയാക്കി കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ. നമ്മൾ സാധാരണ റിയാ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക? നമ്മൾ ഒരു നിസ്കരിക്കുമ്പോൾ ആൾക്കാർ കാണുന്നുണ്ടോ അല്ലെ? ഇബാദത്തിൽ നമ്മൾ ആരാധനകളിൽ ആൾക്കാർ കാണുന്നുണ്ടോ? ഇത് മാത്രമല്ല റിയാ. റിയായിൻ്റെ ഇനം ഇപ്പോൾ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായിട്ട് തഫ്സീറിൽ കൊടുക്കേണ്ടത് വായിക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഒന്ന്, റിയാ ഖബിലൽ ഇബാദ അല്ലെ ഖബിലൽ അമൽ, ഒരു പ്രവർത്തനത്തിൻ്റെ മുമ്പ് റിയാ കടന്നു വരും. അതെങ്ങനെ? നിസ്കരിക്കാൻ നിൽക്കുകയാണ്, തുടങ്ങിയിട്ടില്ല പ്രവർത്തനം. അപ്പം തന്നെ ഒരാളെ മനസ്സിലെന്താ? അയാൾ എന്താ വിചാരിക്കുക? അല്ലെ ഞാൻ പള്ളി പ്രസിഡൻ്റൊക്കെ ആയിട്ട്, ഞാൻ ഹാജിയൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടില്ലെങ്കിൽ ആൾക്കാരെന്താ വിചാരിക്കുക? ഇങ്ങനെ അമൽ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ കാണണം എന്ന ഉദ്ദേശം. ഇത് നമുക്കറിയണതാണ്. രണ്ടാമത്തത് അസ്നാ അൽ അമൽ, ഒരു അമലിൻ്റെ നടുവിൽ, ഇടയിൽ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഈ ബാത്ത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഒന്നുകൊടുത്തൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി. നിസ്കാരമൊക്കെ തുടങ്ങിയൊരു പ്രശ്നമല്ല, ഒരു റക്കാത്ത് കഴിഞ്ഞു. രണ്ടാമത്തെ റക്കാത്തിന് ആരോ കാണുന്നുണ്ട് മനസ്സിലായപ്പോൾ അപ്പോൾ അയാൾക്ക് വേണ്ടി നിസ്കാരം മാറ്റി, ഭംഗിയുള്ളതാക്കി. ഇത് ഇബാദത്തിൻ്റെ ഇടയിൽ റിയാ വരുന്നതാണ്. മൂന്നാമത്തത് ബഅദൽ അമൽ, ഒരു പ്രവർത്തനത്തിൻ്റെ ശേഷം റിയാ വരും. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. ഒരാൾക്ക് മഗ്‌രിബ് നിസ്കരിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നിസ്കരിച്ചു. നിസ്കാരത്തിൻ്റെ ഇടയിലും നിയ്യത്തിന് ഒരു പ്രശ്നമല്ല. സലാം വീട്ടി ദിക്റൊക്കെ ചൊല്ലി സുന്നത്തൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഇങ്ങനെ പോണ സമയത്ത് ഒരാളിങ്ങനെ പറയാണ്, പിന്നെ രണ്ടാൾക്കാരും സംസാരിക്കുകയാണ്. പിന്നെ ആ പോണ ആളെ നിസ്കാരിച്ച് കണ്ടു, ഭയങ്കര ഭക്തി, ഭയങ്കര ഖുശൂ, സുജൂദ് എന്നെ നോക്കണം, എന്തൊരു ഈമാനാണ്. അപ്പോൾ ഇത് ഇയാളിങ്ങനെ കേട്ടപ്പോൾ ഇയാൾ എന്നെക്കുറിച്ചാണ് പറയുന്നത്, ഞാൻ ഉഷാർ തന്നെയാണ്, എല്ലാവരും പറയുന്നുണ്ട്, അൽഹംദുലില്ലാ, അടിപൊളിയാണ്. ഇത് റിയാവാണ്. ആൾക്കാർ മദ്ഹ് പറയുമ്പോൾ ഹൃദയത്തിൽ അതിനോടൊരു ഒരു സമാധാനം, അതിനോടൊരു ഫറഹ്, ഒരു സന്തോഷം, അത് ഹൃദയത്തിൽപ്പെട്ട ഒരു ശാന്തത, ഒരു സക്കീനത്ത് ഹൃദയത്തിൽ. ഞാൻ ഉഷാറാണ്, എൻ്റെ തഹജ്ജുദൊക്കെ പോലെ കണ്ടിട്ടുണ്ട്, ഞാൻ നല്ല ഉഷാറാന്ന് പറയുന്നുണ്ട്, എൻ്റെ പ്രസംഗം അടിപൊളിയാത്ര, ഞാൻ ഉഷാറാണ്. ഇതെന്താണ്? ഇത് റിയായിൽപ്പെടും. നാലാമത്തത് റിയാ ഉൽ ബദൻ, ശരീരത്തിൻ്റെ റിയാ പറഞ്ഞാൽ എന്താ?
ചില ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നോമ്പോറ്റ് വൈകുന്നേരം ആയപ്പോൾ ക്ഷീണിച്ച് നമ്മൾ പള്ളിയിലേക്ക് ഇരിക്കുമ്പോൾ ഒരാളപ്പുറത്തിന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ നോമ്പോറ്റിട്ട് ക്ഷീണിച്ച് ഭയങ്കര ചൂടല്ലേ, കഷ്ടപ്പെട്ട് നോമ്പോറ്റാണ്. അല്ലെങ്കിൽ പിന്നെ ചില ആൾക്കാരുണ്ടാവും എങ്ങനെ പിന്നെ ഖുറാനൊക്കെ ഓതി ക്ഷീണിച്ച് പിന്നെ ഇന്നലെ 20 പേജ് ഓതി, ഇന്ന് 10 പേജ് ഓതാൻ പറ്റും, ഓതി ക്ഷീണിച്ചു, നോമ്പൊക്കെ പറ്റി രാത്രി 2 മണിക്കൂർ നിസ്കരിച്ചു, ഉറക്കെ അത് വലിയ ക്ഷീണം. ശാരീരികമായി ഇങ്ങനെ പ്രയാസം ആൾക്കാർ മുമ്പിൽ പ്രകടിപ്പിക്കുക. ഇതെന്തിനാണ്? ആൾക്കാർ പറയണം, ഓ കണ്ടില്ലേ ഇബാദത്തൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഭയങ്കര ആബിദാണ് എന്ന ആൾക്കാർ പറയണം. അതിനു വേണ്ടി ശാരീരികമായ ബുദ്ധിമുട്ട് ആൾക്കാരല്ലേ പ്രകടിപ്പിക്കും. അപ്പം നമ്മൾ നോമ്പ് വെച്ചു, നമ്മൾ ക്ഷീണിച്ചു, നമ്മൾ ആക്കി വെക്കണം, നമ്മൾ അടുത്തിലോട്ട് പറയണം നോമ്പ് വെച്ചിട്ട് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്, ജിന്നും സഹായിക്കും. അതല്ല, ഇത് നമ്മൾ പറയണത് എന്തിനാണ്? ഓൻ്റെ മനസ്സിലുണ്ടാവണം ഞാൻ ഉഷാറാണ്. അഞ്ചാമത്തത് റിയാഉൽ ലിബാസിലുള്ള റിയാഉ ഫിൽ ലിബാസ്, വസ്ത്രത്തിലുള്ള റിയാഉ ഫിൽ ലിബാസിലുള്ള റിയാവ് എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൽ റിയാവ്. എന്താ വസ്ത്രത്തിൽ റിയാവ്? ഒരാൾ കീറിപ്പാറിയ വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ഒരു മോശം വസ്ത്രം ധരിക്കുക. എന്തിനാണ് വസ്ത്രം ധരിക്കണത്? ആൾക്കാരൊക്കെ ഇങ്ങനെ പറയണം, അത് കണ്ടില്ല ഓനക്ക് ദുനിയാവിനോട് ഒരു താല്പര്യമില്ല കേട്ടോ, ഭയങ്കര സാഹിദാണ്, എന്തോ ഒരു സുഹൃത്ത്, ഒരു ദുനിയാവിനോട് അങ്ങനെ താല്പര്യമില്ല, പരലോകത്തിനോട് കാരണം ഒരു വസ്ത്രം കണ്ടില്ലേ, അവൻ അതിനൊന്നൊരു ശ്രദ്ധയില്ലോ, ഫുൾ ടൈം ഇബാദത്തിലും പിന്നെ വെറുതെ ആ കിട്ടുന്ന പൈസ ഒക്കെ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ കൊടുത്തു, ഒരു വസ്ത്രം കൂടി മേടിക്കണില്ല, എന്താ ഓൻ്റെ ഒരു ഈമാൻ. ഇത് ആൾക്കാർ പറയാൻ വേണ്ടി എന്ത് ചെയ്യുക? ഒരാൾ നല്ല വസ്ത്രം ധരിക്കാതിരിക്കുക. അപ്പോൾ നല്ല വസ്ത്രം ചിലപ്പോൾ ധരിക്കാനുള്ള സാഹചര്യങ്ങൾ വരും. ഇപ്പോൾ മറലാനെ കുറിച്ച് പറയുമ്പോൾ 14 കഷ്ണം വെച്ച കമീസ് എന്നൊക്കെ നമ്മൾ പറയലുണ്ട്. അതെന്തുകൊണ്ടാണ്? വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടൊക്കെയാണ്. ഇതങ്ങനല്ല, ഇത് കഴിവുണ്ടായിട്ടും ഒരാളെങ്ങനെ ചെയ്യും. ഇതെന്തിനാ ചെയ്യണതും ആൾക്കാർ പറയണം ഓ ഭയങ്കര സാഹിദാണ്, അത് റിയാണ്. അതേപോലെ തന്നെ റിയാഉ ഫി ദമ്മിൻ നഫ്സ്, റിയാഉ ഫി ദമ്മിൻ നഫ്സ്, നഫ്സിനെ ദമ്മ് ചെയ്തിട്ട് റിയാ ഉണ്ടാക്കുക. നഫ്സിനെ ദമ്മിയാണ് സ്വന്തത്തെ പഴിചാരുക. ഇപ്പോൾ ചില ആൾക്കാരിങ്ങനെ പറയില്ലേ, സാധുവായ ഞാൻ, പാപിയായ ഞാൻ, തെറ്റുകൾ ചെയ്ത ഈ അടിമ, ഇങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യും? സ്വന്തത്തെ ഇങ്ങനെ ഇകഴ്ത്തി പറയും. ഇതെന്തിനാണ് ഇകഴ്ത്തുന്നത്? ആൾക്കാർ പറയണം ഓ എന്താ അവൻ്റെ ഒരു വിനയം, ഭയങ്കര തവാളുവാണ്, ഭയങ്കര വിനയമാണ്, അവൻ്റെ ഇത് കണ്ടില്ല നിങ്ങൾ. ഇത് ആൾക്കാർ പറയാൻ വേണ്ടി സ്വന്തത്തെ എന്ത് ചെയ്യാം? ഇങ്ങനെ ഇകഴ്ത്താം. ഇത് റിയാണ്. അതേപോലെ തന്നെ റിയാഉ ഫി സിയാറത്ത് പറഞ്ഞാൽ സന്ദർശനത്തിൽ റിയാ ഉണ്ടാക്കുക. ഏത് സന്ദർശനത്തിൽ റിയാ ഉണ്ടാക്കുക പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നല്ല അറിയപ്പെട്ട ഒരാളെ കൊണ്ടുവരിക, എന്നിട്ട് ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിൽ ഹുസൈൻ സൽഫി വന്നിരുന്നു, അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇല്ല ഇന്ന വലിയൊരാൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുക? നമ്മളെ വീട്ടിൽ ഒരു സിയാറത്തിന് ഒരാൾ വന്ന് അയാൾ ഇതിങ്ങനെ അപ്പോൾ ആൾക്കാർ എൻ്റെ വീട്ടിൽ അയാൾ വന്നോ, എന്തോ എൻ്റെ പവർ, എന്തോ എൻ്റെ വില, ഇത് ആൾക്കാരെ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയണം. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആൾക്കാരെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് വില ഉണ്ടാക്കുക. ഇതെന്താണ്? ഇത് റിയാ ആണ്. ഇങ്ങനെ ധാരാളം ഇനിയുണ്ട്, ഇനി ധാരാളം റിയാഉ ദഖീഖ എന്ന് പറയും. അതേപോലെ ധാരാളം റിയാകൾ, 10ഓളം ഇനങ്ങൾ ഇതിൽ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, എണ്ണിയിട്ടുണ്ട്. 10ഓളം ഇനങ്ങൾ. ഇനി പറയണ അതെ, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മളൊക്കെ ജീവിതത്തിൽ ഇത് കടന്നു വരും, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് അദ്ദേഹം തഫ്സീറിൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇഖ്ലാസ് ഇതാണ്. പിന്നെ ഒരുപാട് ആയത്തുകൾ ഖബല അമൽ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ അവൻ്റെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അതാണ് ഇപ്പോൾ എത്ര ഹദീസ് നോക്കുങ്ങൾ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഈ ഹദീസ് ഇമാം ബുഖാരി എവിടെ കൊടുക്കുന്നത്? 1-ാമത്തെ ഹദീസാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അതേപോലെ അർബഈൻ നബവിയിൽ നബി റഹ്മത്തുള്ളാഹി 1-ാമത്തെ ഹദീസാണ്. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് മദാറുൽ ഇസ്ലാമാണ്, ഇസ്ലാമിൻ്റെ അച്ചുതണ്ട് കറങ്ങുന്നത് ഈ ഹദീസിലാണെന്നാണ്. 3 ഹദീസുകൾ ഉണ്ടായിട്ട് ഒരു ഹദീസാണ് ഈ ഹദീസ്. ചില പണ്ഡിതന്മാർ ഇത് ഇസ്ലാമിൻ്റെ 3-1, 4-1. 600ഓളം മസ്അലകൾ ഈ ഹദീസിൽ നിന്ന് മാത്രം പണ്ഡിതന്മാർ ഇജ്തിഹാദ് എടുത്തിട്ടുണ്ട്.
ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാന ഹിജ്റതുഹു ഇലാ ദീൻ. എല്ലാ പ്രവർത്തനം നിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അത്രയും പ്രാധാന്യം നിയത്തിനുണ്ട്. അതേപോലെ തന്നെ റസൂല് കുറേ അല്ലേ, പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലസ്ത ബിനാഫിഖിൻ, നീ എന്തല്ല പിന്നെ ഒരു സ്വതക്ക് നൽകിയവനല്ല. എങ്ങനെ അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇല്ല അജ്റക അല്ലാഹു, അള്ളാഹിനക്ക് അതിൽ പ്രതിഫലം തരും. നിൻ്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ഉരുളക്കാണെങ്കിൽ പോലും അവിടേക്ക് എന്ത് വേണം? നിയ്യത്ത് വേണം. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, അവരുടെ അധിക രഹസ്യ സംഭാഷണങ്ങളിലും നന്മയില്ല. ഇല്ലാമൻ അമറ ബി സ്വതക്കത്തിൻ, ഒരു സ്വതക്ക കൊടുക്കാൻ കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ അത് ഓക്കെ. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കാൻ, ഔ മഅറൂഫ്, അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുക, ഇതൊക്കെ നല്ല വർത്തമാനങ്ങളാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം ഒരാൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ചെയ്താൽ അവനെന്തുണ്ട്? അപ്പോൾ ഇതൊക്കെ നന്മകളാണ്. ഇത് ചെയ്താൽ എന്നല്ല, ഇത് അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ചെയ്താൽ അവന് വമ്പിച്ച പ്രതിഫലമുണ്ട്. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹ വഹുവ മുഅ്മിൻ, ആരെങ്കിലും പരലോകത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തു, എങ്ങനെ? അറാദൽ ആഖിറ, പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ ഫൗലായിക കാന സഅയുഹും മഷ്കൂറ എന്നുള്ള സുബന്ധ. അതുപോലെ വമൻ കാന യുരീദുൽ ആജിലത, ദുനിയാവിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ അജ്ജൽനാലഹും, അവർക്ക് എളുപ്പമായി കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ നിയ്യത്തിൻ്റെ ഇഖ്ലാസിൻ്റെ പ്രാധാന്യം എന്തിനത് അതൊക്കെ വിളിച്ചോതണത്. അതുകൊണ്ട് നമ്മൾ പരമാവധി നമ്മളെ ഇബാദത്തുകൾ രഹസ്യമാക്കിയാൽ കൂടുതൽ നല്ലതാണ്. അതുകൊണ്ട് രഹസ്യ ഇബാദത്തുകൾക്ക് പ്രാധാന്യം ഉണ്ടല്ലോ. വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ എഴുതാതിരുന്നാൽ അർശിൻ്റെ തണലുണ്ട്, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞില്ലേ. അപ്പോൾ രഹസ്യമാക്കിയാൽ പിന്നെ അവിടെ റിയാ വരാൻ സാധ്യത കുറവ്. ഇപ്പോൾ റബീ ഇബ്നു ഹുസൈം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു താബിഈയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒറ്റ തവണ മാത്രമേ പള്ളിയിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയോ വീട്ടിൽ നിന്നാണ്, നിസ്കരിക്കില്ല എന്നല്ല, വീട്ടിൽ നിന്ന് നമസ്കാരം. അതേപോലെ അദ്ദേഹം ഖുർആൻ ഓതുകയാണെങ്കിൽ ആരെങ്കിലും കയറി വരുമ്പോൾ വേഗം ഒരു തുണിയെടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ മൂടുന്നതാണ്. ഞാൻ ഓതുകയെന്നാരും അറിയാതിരിക്കാൻ. നമ്മളൊക്കെ ശരിക്കും നമ്മളിങ്ങനെ ഓതുമ്പോൾ ഒരാൾ വന്നാൽ പ്രാവശ്യം ഒരു ഖത്തമേ തീർക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 2 ഖത്തം തീർത്തു, അതിൻ്റെ മുമ്പ് 3 ഖത്തം തീർത്തു അല്ലേ. ഇത് പരമാവധി രഹസ്യമാക്കിയാൽ എന്താണ്? അത് നല്ലതാണ്. ശരി, അല്ലദീനഹും യുറാഊൻ. നമുക്ക് അവസാനത്തെ ആയത്ത് ويمنعون الماعون ويمنعون الماعون الذين هم يراءون ويمنعون الماعون. ഇനി അവരുടെ അടുത്ത സ്വഭാവമാണ് അത്ഫിൻ്റെ വാവ്. അവരുടെ അടുത്ത സ്വഭാവം യംനഊൻ, മനഅർന തടഞ്ഞു, യംനഉ തടയുന്നു, യംനഊൻ അവർ തടയുന്നു, അവർ മുടക്കുന്നു, അവർ തടയുന്നു. എന്തിനെ? അൽ മാഊൻ, മാഊനിനെ. എന്താ മാഊൻ എന്ന് പറഞ്ഞാൽ? പരോപകാരം. പരോപകാരം ഔന് പറഞ്ഞാൽ സഹായം അല്ലേ. മഊനത്തുൽ ഇസ്ലാം സഭ എന്താ? തൊപ്പിടാൻ കൊണ്ടുപോണേ, ഇസ്ലാം സ്വീകരിക്കാൻ കൊണ്ടുപോണേ. നമ്മളെവിടെയാണ്? പൊന്നാനിയാണ്. അവനവനിൽ മാഊൻ, മാഊൻ അത് പിന്നെ മാഊൻ എന്ന് പറഞ്ഞാൽ പരോപകാര വസ്തു. അതാണ് ഒരു വ്യാഖ്യാനം. ചില പണ്ഡിതന്മാർ പറഞ്ഞു മാഊൻ നിലയിന് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് 12ഓളം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഊനത്തുൽ ഇസ്ലാം, മഊനത്ത് എന്താ? സഹകരണം, പരസ്പരം സഹായിക്കുന്ന മഊനത്തുൽ ഇസ്ലാം, ഇസ്ലാമിനെ പരസ്പരം സഹായിക്കുന്ന സഭ. പിന്നെ ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞത് സ്വതക്ക മാലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. മാഊൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാല്, സമ്പത്താണ് ഉദ്ദേശം. അപ്പോൾ യംനഊനൽ മാഊൻ എന്ന് പറഞ്ഞാൽ അവർ സമ്പത്തിനെ എന്ത് ചെയ്യുന്നു? തടയുന്നു. പറഞ്ഞാൽ ഒരു സ്വതക്ക കൊടുക്കൂല, സ്വതക്ക ഒരു കൊടുക്കില്ല. അതാരുടെ സ്വഭാവമാണ്? മുനാഫിഖീങ്ങളുടെ സ്വഭാവമാണ്. അല്ലാഹ് പറഞ്ഞത് വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, വെറുപ്പുള്ളവരായിക്കൊണ്ടാണ് അവർ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ കൊടുക്കുക. അപ്പോൾ കൊടുക്കൂല. ഒരു സ്വഹാബത്ത് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? കളിയാക്കും. കുറച്ച് സ്വഭാവത്തിലുള്ളവർ ചിലപ്പോൾ കുറച്ച് കൊണ്ടുകൊടുക്കും, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, എന്നാലും റസൂൽ പറഞ്ഞു കൊണ്ടുകൊടുക്കും. അപ്പോൾ ഇങ്ങനെ പിന്നെ ഓൻ്റെ ഒരു ചെറിയ സ്വത്ത് പാലിക്ക, ഓൻ്റെ 10 രൂപ പാലിക്കാൻ വേണ്ട, ഇങ്ങനെ കളിയാക്കും.
ചിലവർ തോന കൊണ്ടെടുക്കും. തോന കൊണ്ടെടുക്കുമ്പോൾ ഇവർ പറയും കണ്ടില്ലേ ഇത്രയും തോന കൊണ്ടെടുക്കാൻ എന്തിനാ, ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവർ കൊടുക്കുമോ? ഇല്ല. അവർ കളിയാക്കും. ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ? വഹും കാരിഹൂൻ, വെറുപ്പുള്ളവരായി കൊണ്ടാണ്. അവിടെ മനസ്സിലാക്കേണ്ട വിഷയം, അവരാ വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് കൊണ്ട് അവർ ഇസ്ലാമെന്ന് പുറത്താണ്. നമ്മൾ ഇസ്ലാമിൻ്റെ ഏതൊരു വിഷയത്തോട് വെറുപ്പ് വെച്ച് പുലർത്തിയാലും അവൻ ഇസ്ലാമെന്ന് പുറത്താണ്. മൻ അബ്ഗള ഷൈഇൻ മിമ്മാ ജാഅ ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ അമില ബിഹി ഫഖദ് കഫർ. ഇസ്ലാം മുറിഞ്ഞു പോണ 10 കാര്യങ്ങളുണ്ട്. അതിൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ കിതാബാണ്. അതിൽ 5-ാമതായിട്ട് അദ്ദേഹം എണ്ണിയ കാര്യമാണ്, റസൂൽ കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു വസ്തുവിനോട് ഒരാൾ വെറുപ്പ് വെച്ച് പുലർത്തിയാൽ അവനത് പ്രവർത്തിക്കുന്നവനാണെങ്കിലും ശരി അവൻ ഇസ്ലാമെന്ന് പുറത്താണ്. ഇപ്പം റസൂൽ പഠിപ്പിച്ചാണ് താടി. ഒരാൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ താടി ഒരാൾ വെക്കണില്ല, അപ്പോൾ ഇസ്ലാമിന് പുറത്ത് പോകും? ഇല്ല, വൻപാപാണ്. താടി വടിക്കുക എന്നുള്ളത് ഹറാമാണ്, വലിയ തെറ്റാണ്, ഒരു സംശയമില്ല. പക്ഷേ താടി വെച്ചിട്ടില്ല ഇസ്ലാമിന് പുറത്തു പോകില്ല. പക്ഷെ ഒരാൾ താടിയെ കളിയാക്കിയാലോ, അല്ലെങ്കിൽ താടിയെ വെറുത്താലോ, എന്ത് ചകിരിച്ചോറ് പോലെ ഇങ്ങനെ മുഖത്തൊക്കെ വെച്ച് കിടക്കണം, ആ വാക്ക് മതി ഓൻ ഇസ്ലാമിന് പുറത്ത്. താടി വെച്ചവനാണെങ്കിലും ഇസ്ലാമിന് പുറത്താണ്. ഇത് സുന്നത്താണെന്ന് അറിഞ്ഞ ശേഷം ഞെരിയാണിക്കടിയിൽ വസ്ത്രം ധരിക്കൽ അത് വലിയ തെറ്റാണ്. റസൂൽ പറഞ്ഞതും പിന്നെ മാസ്ഫരമിനെ കൈബൈനി മിനൽ ഇസാരി ഫഫിന്നാർ, ഞെരിയാണിക്കടിയിൽ വസ്ത്രം ധരിച്ചാൽ നരകത്തിലാണ്. അതുപോലെ അള്ളാഹുവിനെ നോക്കൂല, സംസ്കരിക്കൂല, ശിക്ഷയുണ്ട്, സംസാരിക്കൂല പരലോകത്ത്, ഇതൊക്കെ ഹദീസിൽ കാണാം. വലിയ തെറ്റാണ്. പക്ഷേ ഞെരിയാണിക്കടിയിൽ വസ്ത്രം ഇട്ടാവും ഇസ്ലാമിന് പുറത്താണോ? അല്ല, പക്ഷെ വലിയ തെറ്റാണ്, ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരാൾ ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ഇടുന്നതിനെ വെറുത്താലോ, എന്ത് മുട്ടുമുറിയാൻ പാൻറ്റൊക്കെ ഇട്ടെടുക്കണത്, ഇസ്ലാമെന്ന് പുറത്താണ്. അതേപോലെ ഇപ്പോൾ പല്ലിയേക്കുക, റസൂൽ പറഞ്ഞ മത്തുഹറത്തിൽ ഫമി മറലാത്തിൽ റബ്ബ, അള്ളാൻ്റെ തൃപ്തിക്ക് കാരണമാണ്, വായ വൃത്തിയാവാൻ കാരണമാണ് പല്ലിയേക്കൽ. ഇപ്പോൾ റസൂൽ പല്ലിയേക്ക ഉപയോഗിച്ചിരുന്ന അറാക്കിൻ്റെ കൊള്ളിയാണ്, മറ്റേ അറാക്കിൻ്റെ കൊള്ളി ഉണ്ടല്ലോ, ഇതാണ്. അല്ലെങ്കിൽ റസൂൽ ഈന്തപ്പനത്തിൻ്റെ ഇതൊക്കെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചാലും, നമ്മൾ ബ്രഷ് ഉപയോഗിക്കുക മതി, ഏതുപയോഗിച്ചാലും ഉപയോഗം നടന്നാൽ സുന്നത്താണ്. പക്ഷേ ഏറ്റവും അഫ്ളൽ എന്താ? അറാക്കിൻ്റെ കൊള്ളി ഉപയോഗിക്കലാണ്. അപ്പോൾ ഒരാൾ അറാക്കിൻ്റെ കൊള്ളി ഉപയോഗിക്കുമ്പോൾ അതിനോട് വെറുപ്പടിക്കാം, എന്ത് കോലും പിടിച്ചെടുക്കണം, ഒരു ബ്രഷ് ഉപയോഗിച്ചൂടെ, അതെന്താണ്? ഇസ്ലാം പുറത്ത്. അതേപോലെ റസൂൽ പറഞ്ഞു ലൗലാ നശുക്കല ഉമ്മത്തില അമർത്തുഹും ബിസിവാക്കി മഴ കുല്ലി അതിൻ്റെ കുല്ലി സ്വലാത്തിൽ, നിസ്കാരത്തിൻ്റെ സമയത്ത് പിന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ നിസ്കാരത്തിൻ്റെ സമയത്ത് പല്ലിയേക്കാൻ ഞാൻ അവിടെ കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ അതെപ്പോഴാണ്? ഇഖാമത്ത് വിളിക്കുമ്പോൾ ആ സമയം. അപ്പോൾ ഒരാൾ സൊഫക്ക് റെഡി ആക്കുമ്പോൾ ഒരാൾ വിശ്വാസം കൊണ്ടങ്ങനെ ചെയ്ത് എന്ത് ചെയ്യാൻ കറുപ്പില്ല ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ആ വാക്കുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? ഇസ്ലാമിന് പുറത്തു പോകും. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏതൊരു വിഷയത്തിന് ബഹുഭാരിത്വം, ഒരു സ്ത്രീ പറയാണ് ഇസ്ലാമിൻ്റെ എല്ലാത്തിനും പറ്റും, പക്ഷേ ഈ 4 കെട്ട് നല്ല പറഞ്ഞത് ശരിയല്ല കേട്ടോ, അത് എന്തൊരു വൃത്തിയുടെ നിയമം എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? ഇസ്ലാമിന് പുറത്തു പോകും. നേരെ മറിച്ച് ഒരു സ്ത്രീ പറയാണ് എന്ത് 4 കെട്ടിലൊക്കെ ശരി തന്നെ, അള്ളാഹ് പറഞ്ഞത് തന്നെയാണ്, ഓക്കെയാണ്, അള്ളാഹ് പറഞ്ഞൊരു ഹിക്മത്ത് ഉണ്ടാവും, അതൊക്കെ ശരി തന്നെ, പക്ഷെ നിങ്ങൾ കെട്ടണ്ട കേട്ടോ എന്നൊരു സ്ത്രീ പറഞ്ഞാൽ അത് ഇസ്ലാമിന് പുറത്തല്ല. അത് അവൾക്ക് ഭർത്താവിൻ്റെ കൂടുതൽ സ്നേഹമില്ലോണ്ട് പറയാണ്, പക്ഷെ അവൾ ഇസ്ലാമിൻ്റെ നിയമത്തെ എന്ത് ചെയ്തിട്ടില്ല? വെറുത്തിട്ടില്ല. പക്ഷേ ഒരു സ്ത്രീ പറയാണ് ഇത് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല, ഇത് എന്ത് വൃത്തിയുടെ നിയമം എന്നൊരു സ്ത്രീ പറഞ്ഞാൽ അതേപോലെ ഒരു കട്ടെടുത്താൽ എന്ത് ചെയ്യണം? കൈവത്തണം. അപ്പോൾ ഒരാൾ പറയാണ്, ഇപ്പോൾ സൗദി അറേബ്യയിൽ ഇപ്പോൾ ഒരു കൈവട്ടലുണ്ട് വെള്ളിയാഴ്ച കൂട്ടുക. അപ്പോൾ ഞാൻ വിളിക്കുകയാണ് ഒരാളെ, അവിടെ അങ്ങനെ കൈവട്ടലിൻ്റെ നമുക്കൊന്ന് കാണാൻ പോയാലോ. അപ്പോൾ പറയാണ് എന്ത് ജീവൻ ഒരു കൈ മുറിക്കേ, കയ്യിൽ പോയി ഇവനോട് ജീവിക്കണം, ഇതൊക്കെ എന്ത് ക്രൂരമായ നിയമം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് പുറത്തു പോകും. അതിനോട് വെറുപ്പ്. നേരെ മറിച്ചോ പറയാണ് അതൊക്കെ ശരി തന്നെയാണ്, അതൊക്കെ പറ്റും, പക്ഷെ എനിക്ക് അത് താങ്ങാൻ കഴിയില്ല, എനിക്കങ്ങനെ ചോര കണ്ടാലൊക്കെ പേടിയാണ്, ഞാനത് കാണാൻ അജ്ജ് പോയിക്കോ. അത് പ്രശ്നമാണോ? അത് പ്രശ്നമല്ല. അപ്പോൾ വെറുപ്പ് വെച്ച് പുലർത്തലാണ് പ്രശ്നം. അത് നമ്മൾ ശ്രദ്ധിക്കുക. മാഷ് എന്താ ചോദിച്ചു? സുന്നത്തുണ്ട്. അഫ്ളലിയത്താണ് സുന്നത്ത്. നമുക്ക് സുന്നത്തിൻ്റെ കൂലി കിട്ടും ഏതുപയോഗിച്ചാലും ബ്രഷ് ഉപയോഗിച്ചാലും സുന്നത്തിൻ്റെ കൂലി കിട്ടും. പക്ഷേ അഫ്ളൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലും പള്ളിയിൽ നിസ്കരിച്ചാലും റവാത്തി നിസ്കരിച്ചാൽ കൂലി കിട്ടൂലേ? കിട്ടും. പക്ഷേ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ കൂടുതൽ ഉത്തമമാണ്. അതേപോലെ അറാക്കിൻ്റെ കുള്ളി ഉപയോഗിച്ചാൽ കൂടുതൽ ഉത്തമമാണ്, അഫ്ളലാണ്. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ പറഞ്ഞത് ഇവിടെ മുനാഫിഖീങ്ങൾ ഇവർ മാല എങ്ങനെ കൊടുക്കുക?
വെറുപ്പുള്ളവരെ കൊണ്ട്. പിന്നെ അവർ കൊടുക്കുന്നേ ഇല്ല. അപ്പോൾ അതാണ് അവർ സമ്പത്തിനെ തടയും. അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞത് മാഉ എന്ന് പറഞ്ഞാൽ അത് സക്കാത്താണ്. സക്കാത്ത് മാലിലും അത് പെടും. എന്നാലും ചില പണ്ഡിതന്മാർ വേറെ പറഞ്ഞുകൊണ്ട് പറയാം അപ്പോൾ സക്കാത്ത് കൊടുക്കൂല. സക്കാത്ത് കൊടുക്കൂല. അള്ളാഹ് ആരെ സ്വഭാവമായിട്ടാണ് ഖുർആനിൽ പറഞ്ഞത്? മുശ്രിക്കീങ്ങളുടെ സ്വഭാവമായിട്ടാണ് പറഞ്ഞത്. അല്ല, അവരെന്ത് ചെയ്യൂല? സക്കാത്ത് കൊടുക്കുകയില്ല. അപ്പോൾ വയംനന്മാർ സക്കാത്തിനെ തടയും, സക്കാത്ത് കൊടുക്കൂല അർത്ഥം. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ അൽ ആരിയത്താണ് ഉദ്ദേശം. എന്താ ആരിയത്ത് പറഞ്ഞാൽ? ഇപ്പോൾ ഫിഖ്ഹിൻ്റെ ഭാഷയിൽ ആരിയത്തും ഉണ്ട്, കർദും ഉണ്ട്. കർദും ഉണ്ട്, ആരിയത്തും ഉണ്ട്. ആരിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം അയൽവാസിക്ക് കൊടുത്തു, എന്തോ ഒരു വസ്തു അയൽവാസിക്ക് കൊടുത്തു, അത് അതുപോലെ തിരിച്ചു തരാൻ കഴിയുമെങ്കിൽ അതിനാണ് ആരിയത്ത് അറിയാം. കർള് എന്ന് പറഞ്ഞാൽ നമ്മൾ അയൽവാസിക്ക് ഒരു വസ്തു കൊടുത്തു, അതൊന്ന് തിരിച്ചു തരും, പക്ഷേ കൊടുത്ത സാധനം തന്നെ അല്ല തിരിച്ചു തരിക, അതിൻ്റെ ബദൽ വേറെ തിരിച്ചു തരിക. ഒരു ഉദാഹരണം അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അലാരിയത്ത് പറഞ്ഞാൽ കോടാലി, കൈക്കോട്ട്, ബക്കറ്റ്, കയ്യിൽ സ്പൂണ്. അപ്പുറത്ത് വീട്ടിൽ എന്ത് ചെയ്തു? ഒരു വലിയ വിരുന്ന് വന്നു. അപ്പോൾ ഇപ്പോൾ പ്ലേറ്റും കയ്യിലൊക്കെ തികയോ ഇല്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ കഴിയാൻ വെച്ചാൽ കുറച്ച് സ്പൂൺ അടിക്കുക, കുറച്ച് കയ്യിലടിക്കുക ഒക്കെ പറഞ്ഞിട്ട് പ്ലേറ്റ് അടിക്കുക പറഞ്ഞിട്ട് മേടിച്ചുണ്ടാവും. ഈ മേടിച്ചു കൊണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക? അതേപോലെ തന്നെ തിരിച്ചു കൊണ്ട് തരാം. കേടാക്കരുത്. അതേ സാധനം തന്നെ എന്ത് ചെയ്യുക? തിരിച്ചു കൊണ്ടുവരാം. അതിനാണ് ആരിയത്ത് എന്ന് പറയാം. കർള് എന്ന് പറഞ്ഞാൽ അതേ സാധനം. ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിൽ ഉപ്പ് കഴിഞ്ഞു, പഞ്ചസാര കഴിഞ്ഞു. അവ അപ്പുറത്ത് പോയിട്ട് എന്താണ് പിന്നെ മൂപ്പരാളിപ്പോൾ നീക്കുമ്പോൾ ചായ ഇട്ടില്ലെങ്കിൽ വീട്ടിൽ ബദറേക്കരം, കടകൾ തുറക്കാനായില്ല, ഒരു കുറച്ച് പഞ്ചസാര അടിക്കുക. അവ വേഗം പഞ്ചസാര കുറച്ച് കൊടുത്തു. ആ പഞ്ചസാര ഇട്ട് നമ്മൾ ചായ കലക്കി കുടിച്ചു. പിന്നെ നമ്മൾ ഈ പഞ്ചസാര തിരിച്ചു കൊടുക്കും. ഇപ്പോൾ ഒരു അരക്കിലോ മേടിച്ചു, അരക്കിലോ പഞ്ചസാര നമ്മൾ ഒരു മേടിക്കൂല, വേറെ കാര്യം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കൂലേ. ആ കൊടുക്കണത് നമ്മൾ മേടിച്ച പഞ്ചസാര തന്നെ കൊടുക്കണത് അല്ല, അത് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ വേറെ കടയിൽ പോയിട്ട് പുതിയ പഞ്ചസാര മേടിച്ചിട്ട് അതാണ് കൊടുക്കണത്. അതേപോലെ ഉപ്പ്, മുളക് പൊടി, ഇതൊക്കെ. അപ്പോൾ മേടിച്ച സാധനം അതേപോലെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അതാണ് ആരിയത്ത്. കർള് എന്ന് പറഞ്ഞാൽ മേടിച്ച് അതേപോലെ തിരിച്ചു കൊടുക്കാൻ. ഇത് ഫിഖ്ഹിൻ്റെ ഭാഷയിലൊരു പ്രയോഗമാണ്. അപ്പോൾ ഇവിടെ മാഉ എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ ഒരു ആരിയത്താണ് ഉദ്ദേശം. അപ്പോൾ മനാഫിയുൽ ബൈത്ത് എന്ന് പറയാം, വീട്ടുപകരണങ്ങൾ, വീട്ടിൽ ഉപയോഗിക്കണം ഇത്തരത്തിലുള്ള കയ്യിൽ, സ്പൂണ്, കോടാലി. ചില പണ്ഡിതന്മാർ പറഞ്ഞ് ദൽവ്, ബക്കറ്റ്, അതുപോലെ വെള്ളം. വയമ്പന്മാർ തടയുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒന്ന് ചോദിക്കുകയാണ്, ആ കൈക്കോട്ട് എന്തെങ്കിലും അവിടെ ഒന്ന് കൊത്തി കളക്കാൻ, ഇജിപ്പോൾ കൊണ്ടുപോയി കേടെടുത്തിട്ട് പിന്നെ ഇനി പുതിയ മേടിക്കാൻ നിൽക്ക് വയ്യാതെ തരില്ല, അപ്പുറത്ത് പോയി മേടിച്ചോ എന്ന് പറഞ്ഞാൽ അത് ഇതിൽ പെടും. എന്താ എല്ലാവരും ചിരിക്കണം? എല്ലാവരും അങ്ങനെയാണോ? അപ്പോൾ അതിൽ പെടും. അതേപോലെ നമ്മൾ വീട്ടിൽ എന്നിട്ട് എന്ത് ചെയ്യുക? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പുറത്ത് ചിലപ്പോൾ ഒരു വിരുന്നേര് വന്നപ്പോൾ കുറേ പ്ലേറ്റ് ആവശ്യം വന്നു. അപ്പോൾ പ്ലേറ്റ് ആവശ്യം വന്നപ്പോൾ എന്ത് ചെയ്തു? അവർ പ്ലേറ്റ് ഒന്ന് ചോദിച്ചു. അപ്പോൾ ചിലപ്പോൾ നമ്മളെ പ്ലേറ്റ് എവിടെയെങ്കിലും, നമ്മളെ വീട്ടിൽ കുറേ പ്ലേറ്റുകൾ ഉണ്ടാവും ഷോ കേസിൽ ഫ്രെയിം ചെയ്ത് വെച്ച് എടുക്കാത്ത. അപ്പോൾ അത് ഞങ്ങൾ തന്നെ എടുക്കില്ല, പിന്നെ അപ്പം നിങ്ങൾക്ക് വന്ന് പൊട്ടിച്ചാൽ അത് ഗൾഫിൽ നിന്ന് കൊടുക്കുന്നതാണ്, ഓർമ്മക്കായിട്ട് അവിടെ ഇരിക്കുകയാണ്, അവിടെ ഇരുന്നോട്ടെ, അപ്പുറത്ത് പോയി മേടിച്ചോ. പരോപകാര വസ്തുക്കൾ, മനാഫിയുൽ ബൈത്ത്, വീട്ടിൽ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള പരോപകാര വസ്തുക്കൾ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തടയാൻ പാടില്ല. അപ്പോൾ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞത് കാണാം, അത് എത്ര ചെറുതായിക്കൊള്ളട്ടെ എത്ര വലുതായിക്കൊള്ളട്ടെ, ഏതായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് തടയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ തടയുന്നവർ അത് പിന്നെ അവർക്ക് എന്താണ്? ശക്തമായ നാശം, ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിട്ടുണ്ട്. മുനാഫിഖീങ്ങളുടെ സ്വഭാവമാണെന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സൂറത്തു അൽ മാഊൻ പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞു. നമുക്കൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون
الذين هم يراءون ويمنعون الماعون. ശരി, ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പുതിയ സുഹൃത്തെടുക്കാൻ സമയമല്ല. പിന്നെ നമ്മൾ നിഫാഖിൻ്റെ വിഷയങ്ങളാണ് ഇപ്പോൾ അവസാന ഭാഗത്ത് പറഞ്ഞത്. അപ്പോൾ നിഫാഖിൻ്റെ കുറേ അടയാളങ്ങളുണ്ട്, മുനാഫിഖീങ്ങളുടെ അടയാളങ്ങൾ, ഒരുപാട് അടയാളങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നിഫാഖിന് രക്ഷ കിട്ടാനുള്ള ചില കാര്യങ്ങളുണ്ട്. നിഫാഖിന് രക്ഷ കിട്ടാൻ ധാരാളം വിഷയങ്ങളുണ്ട്. അതിൽ പിന്നെ ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് സൂചിപ്പിക്കാം. ഒന്ന് പിന്നെ കസ്റത്തു ദിക്ർ, ധാരാളമായിട്ടുള്ള ദിക്ർ, അദ്കാറ് വർദ്ധിപ്പിക്കുക. അതെന്താണ് നിഫാഖിന് രക്ഷ കിട്ടാനുള്ള മാർഗ്ഗം. കാരണം അള്ളാഹ് പറഞ്ഞു വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, മുനാഫിഖീങ്ങൾ അള്ളാഹിനെ കുറച്ച് മാത്രമേ ഓർക്കുള്ളൂ. അപ്പോൾ കുറേ ഓർക്കുന്നവരാരല്ല? മുനാഫിഖീങ്ങളല്ല. അപ്പോൾ കസ്റത്തു ദിക്ർ അധികരിപ്പിക്കുക. ഈ ദിക്ർ അധികരിപ്പിക്കുക പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ അള്ളാഹ് പറഞ്ഞില്ലേ അദ്ദാക്കിരീൻ അല്ലാഹ വദ്ദാക്കിറാത്ത്, അദ്ദാക്കിരീൻ അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, ധാരാളമായിട്ട് അള്ളാഹുവിനെ ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും കസീറായിട്ട് അള്ളാഹിനെ ഓർക്കുക. അതേപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സബഖൽ മുഫരിദൂൻ, മുഫരിദീങ്ങൾ മുൻകടന്നു പോയിരിക്കുന്നു, അവർ മുമ്പിലാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു, സ്വഹാബത്ത് ചോദിച്ചു, ആര് റസൂലെ ഈ മുൻകടന്നു പോയി മുഫരിദീങ്ങൾ? അവർ സ്വർഗത്തിലേക്ക് മുൻകടന്നു പോയി എന്നാണ്. അപ്പോൾ റസൂൽ പറഞ്ഞത് അള്ളാഹിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അള്ളാഹിനെ ധാരാളമായി ഓർക്കുക? എന്താ അപ്പോൾ ഇതിൻ്റെ അളവ്? 40, 50, 100 കുറേ ഒരളവ് വേണ്ടേ? ഞാൻ കുറച്ച് ഒരു 5-6 കൊല്ലമൊക്കെ മുമ്പേക്കരം ഒരു സ്ഥലത്ത് നിന്ന് ഒരു ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരാൾ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാ കോട്ടക്കൽ. അതിലൊരു തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് മൂലയിൽ ഒരു പേപ്പർ ഇങ്ങനെ കൊടുത്തു തന്നു. എന്നിട്ട് അത് വീട്ടിൽ തൂക്കിയിട്ട് അതിൽ ഹൈറും പറക്കത്തൊക്കെ കിട്ടും. അപ്പോൾ എന്തൊരു പിരിവാണ് മനസ്സിലായി. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ തിരിച്ചു മറിച്ചൊക്കെ നോക്കിയാലൊന്നും കാണാനില്ല. അപ്പോൾ അതിലിങ്ങനെ ഉണ്ട്, ഒരു ഭാഗത്ത് എഴുതിക്കണു 6000 തവണ അള്ളാ അള്ളാ എന്ന് പറയുക. അപ്പോൾ ചോദിച്ചു ഇതിപ്പോൾ എന്താണ് അള്ളാ 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 എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ? അത് ശരി, ഓക്കെ. ഈ 6000 എന്നില്ല എന്താണ്? അത് കുറേ ചെല്ലാനാണ് കാരണം. അപ്പോൾ ഈ 6000 എവിടെ നിന്നാണ് കണക്ക് കിട്ടിയത് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു അള്ളാഹ് പറഞ്ഞിട്ടില്ലേ വദ്കുറുല്ലാഹ കസീറ, അള്ളാഹിനെ നിങ്ങൾ ധാരാളം ഓർക്കുക. അപ്പോൾ അവിടെ മൂപ്പര് പറഞ്ഞു വദ്കുറുല്ലാഹ, അള്ളാഹ് എന്നത് നിങ്ങൾ ധാരാളം ഓർക്കുക. അതങ്ങനെയല്ല, പക്ഷെ അങ്ങനെ പറഞ്ഞു. എന്നാലും ഓക്കെ. അപ്പോൾ ചോദിച്ചു ശരി അങ്ങനെയാണെങ്കിലും 6000 എവിടെ നിന്നാണ് കിട്ടിയായിരുന്നു? അതിപ്പോൾ കുറേ എന്ന് പറയുമ്പോൾ 6000 ഒക്കെ കുറേയിൽ പെടൂലേ എന്നാണ് ഒരാൾ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കണക്ക് പറയാനെന്താ? കസീർ എന്ന് പറയുമ്പോൾ എന്താ ഒരു കണക്ക് നമ്മൾ പറയാം? അത് കണക്കില്ല. അതിൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. 4 നേരത്തെ ദിക്റുകൾ നമ്മൾ ചെല്ലിയാൽ, മുടങ്ങാതെ ചെല്ലിയാൽ നമ്മൾ ഈ കസീറിന് പെട്ടും. അപ്പോൾ അള്ളാഹ് പറഞ്ഞില്ലേ എന്താണ് സൂറത്തു ആൽ ഇംറാൻ തായത്ത് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കടന്നും അള്ളാഹ്ക്ക് ദിക്റെടുക്കുന്നവർ. ഇതിലെങ്ങനെ ഉൾപ്പെടാൻ പറ്റുക? ഇതിൽ 4 സമയത്ത്. ഒന്ന് അൽ അദ്കാറു ഇൻദൽ ഇസ്തൈഖാദ്, ഉറക്കത്തിൽ നീക്കുമ്പോൾ ദിക്ർ, അൽഹംദുലില്ലാഹി അനബദം ഉറക്കം നീക്കുമ്പോൾ. 2 അദ്കാറു സ്വബാഹ്, രാവിലത്തെ അദ്കാറുകൾ. 3 അദ്കാറുൽ മസാ വൈകുന്നേരത്തെ അദ്കാറുകൾ. 4 അദ്കാറു ഇൻദൻ നൗ, ഉറങ്ങാൻ നേരത്തെ ദിക്റുകൾ. ഈ 4 ഒരാൾ പതിവാക്കിയാൽ അയാൾ ഈ ഇനത്തിൽപ്പെട്ടു. ഏത്? ധാരാളമായി അള്ളാഹിനെ ഓർത്തവർ എന്ന ഇനത്തിൽ അയാൾ പെട്ടു. അപ്പോൾ ഈ 4 നേരത്തെ ഉറക്കം നീക്കുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ, രാവിലെ വൈകുന്നേരമല്ലേ, ഇത് നമ്മൾ നിത്യമായിട്ട് മുടങ്ങാതെ ചെല്ലിയാൽ ഒരുപാട് ഫായിദകൾ അതുകൊണ്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് നമ്മൾ നിഫാഖിന് എന്ത് ചെയ്യും? രക്ഷ കിട്ടും എന്നുള്ളതാണ്. ധാരാളം ഫളായിലുകൾ ദിക്റുകൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. ഒറ്റ ഹദീസ് മാത്രമേ സൂചിപ്പിക്കുക. ഒരു ഹദീസ് മാത്രം, ദിക്റുകളുടെ മഹത്വം പറയുന്ന ധാരാളം ഹദീസുകളുണ്ട്. ഒരു ശ്രേഷ്ഠത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധമായ അമൽ ഏതാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ? നിങ്ങളുടെ സ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ച് തരുന്ന അമൽ ഞാൻ പറഞ്ഞു തരട്ടെ? അതേപോലെ തന്നെ ഏറ്റവും സ്വാലിഹായ നല്ലൊരു അമൽ ഞാൻ പറഞ്ഞു തരട്ടെ? സ്വർണവും വെള്ളിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമമായ കർമ്മം ഞാൻ പറഞ്ഞു തരട്ടെ? അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നല്ല കർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? അപ്പോൾ സഹാബത്ത് അതേന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു അൽ ദിക്ർ. എന്താണ് ദിക്റ? സ്വർണവും വെള്ളി അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നതിൻ്റെ അടുക്കും യുദ്ധം ചെയ്യുന്ന അടുക്കും നല്ലത് ദിക്റാണ് എന്ന്
പറയും. അപ്പോൾ അദ്കാറിലതില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒന്നാണ് ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം. മുനാഫിഖീങ്ങൾക്ക് ഫർദ് നിസ്കാരം തന്നെ നിസ്കരിക്കാൻ മടിയാണ്. അപ്പോൾ രാത്രി നിസ്കാരം നിർവഹിക്കുന്നവരാരാണ്? അവരും അള്ളാഹ് പറഞ്ഞ എന്താ, പിന്നെ കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അപ്പോൾ ഖിയാമുൽ ലൈൽ ചെയ്യുക. അത് നമ്മൾ ഒരു റക്അത്തായിട്ടെങ്കിലും വിത്റാക്കുക അല്ലേ? നമ്മൾ റമളാനിൽ 11 നമുക്ക് ഒറ്റ റക്അത്തായിട്ട് വിത്ര, അല്ലെങ്കിൽ 3 റക്അത്തായിട്ട് വിത്ര അല്ലേ? അതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നിലനിർത്താൻ ശ്രമിക്കണം. മൂന്നാമത്തെ ഒന്ന് പിന്നെ 40 ദിവസം എന്ത് ചെയ്യുക? തക്ബീറത്തുൽ ഇഹ്റാം ജമാഅത്തോടു കൂടി അവ്വലു തക്ബീറിൽ കിട്ടുക. 40 ദിവസം ഇമാമിൻ്റെ കൂടെ അവ്വലു തക്ബീറിൽ മുതൽ, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ ആദ്യം മുതൽ ജമാഅത്ത് കിട്ടുക. അപ്പോൾ ഒരു ദിവസം 5 വഖത്താണെങ്കിൽ 10 50 20 100 150 200 വഖത്ത് അല്ലേ? അത് തുടർച്ചയായി 40 ദിവസം എന്നാണ്. 200 വഖത്തല്ല, 40 ദിവസം. അങ്ങനെ കിട്ടിയ 2 ഗുണങ്ങളുണ്ട്. ഒന്ന് നിഫാഖെന്നും രക്ഷ കിട്ടി, നരകത്തുനിന്നും രക്ഷ കിട്ടി. പിന്നെ നാലാമത്തൊന്ന് പിന്നെ ഫിഖ്ഹുദ്ദീൻ, ദീനിൽ എന്ത് ചെയ്യുക? അപ്പോൾ ഇത്തരം ക്ലാസ്സുകളിൽ വന്നിരിക്കുക. ഖുർആൻ ക്ലാസ്, ഹദീസ് ക്ലാസ്, അഖീദ ക്ലാസ്, ഇങ്ങനെ ദർസുകളിൽ ധാരാളം അറ്റൻഡ് ചെയ്ത് ഇൽമുകൾ കരസ്ഥമാക്കുക, ഫിഖ് നേടുക. കാരണം ഇൽമ നേടിയെടുത്താൽ നിഫാഖിൻ്റെ ഗൗരവം മനസ്സിലാവും. നിഫാഖിൻ്റെ ഗൗരവം മനസ്സിലായോ നിഫാഖിലേക്ക് എന്ത് ചെയ്യില്ല? ഒരിക്കലും പോവില്ല. അപ്പോൾ ധാരാളമായിട്ട് എന്ത് ചെയ്യുക? ഫിഖ്. പിന്നെ ഫിഖ് നേടിയെടുക്കുമ്പോൾ അള്ളാഹിനെക്കുറിച്ച് തോനെ മനസ്സിലാവും. അള്ളാഹിനെക്കുറിച്ച് തോനെ മനസ്സിലായാൽ ഇഖ്ലാസ് കൂടും, എന്ത് ചെയ്യും? പ്രവർത്തനം കൂടും, ഒക്കെ കൂടും. അപ്പോൾ ഫിഖ്ഹുദ്ദീൻ എന്ത് ചെയ്യുക? മതത്തിൽ പാണ്ഡിത്യം നേടിയെടുക്കുക. ഇങ്ങനെ ധാരാളം, ഇനിയും വേറെ ധാരാളം ഉണ്ട്. അങ്ങനെ ധാരാളം പ്രവർത്തനം ചെയ്തതൊക്കെ നിഫാഖിന്ന് നമുക്ക് എന്താണ്? രക്ഷ കിട്ടുന്ന പ്രവർത്തനങ്ങളാണ്. അതേപോലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് സൂറത്തുൽ കാഫിറൂൻ. എപ്പോൾ ഓതണം? കിടക്കാൻ നേരത്ത്, ഉറങ്ങാൻ നേരത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഒറാശം ഓതുക. ഇത് നിഫാഖിന് രക്ഷ. അങ്ങനെ ധാരാളം കർമ്മങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള നിഫാഖിൻ്റെ പ്രവർത്തനം നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇഖ്ലാസുള്ള പ്രവർത്തനം ധാരാളം ചെയ്യുവാനും ഈ മാർഗ്ഗത്തിൽ അടിവെച്ച് നിൽക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹ അമലെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.